ബോസിൽ ഒരു വിന്നർ ആയതുകൊണ്ടായിരിക്കാം ഒരു രാഷ്ട്രീയ പാർട്ടികൾ എന്നെ ശ്രദ്ധിക്കുന്നത്. ഉം. അല്ലാതെ ഇതൊക്കെ ഉള്ളവർ തന്നെ ആരും പിടിച്ച് സീറ്റൊന്നും തരത്തില്ല. അതെ. അപ്പം നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ, ചിന്തകൾ പങ്കുവെച്ച് ആണ് ഇവിടെ ഈ കാണുന്ന അഖിലേക്ക് എത്തിയത്. ഇപ്പൊ ഈ റീസെന്റ്ലി ചേട്ടൻ കുറച്ച് ന്യൂസ് ആർട്ടിക്കിളില് ഞാൻ കുറച്ചധികം കമന്റ്സ് കണ്ടത് അഖിലിന്റെ ഒരു ശൈലി ഇതാന്ന് വെച്ചാൽ ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് മത്സരിക്കാൻ ഇപ്പൊ BJP നേരത്തെ ഇതിനു മുന്നേ കുറെ കുറ്റങ്ങളും ഇതും പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇപ്പൊ BJP മത്സരാർത്ഥിയായി നിൽക്കുന്നത്. ഇതിനകത്ത് അതിനോട് എന്താ പറയാനുള്ളത്? അതായത് നമ്മൾ ചില അഭിപ്രായങ്ങൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ആ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് മഴയാണെങ്കിൽ നമുക്ക് ഒരു കുട എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറയുന്നത്, ഞാൻ പറയില്ലല്ലോ ഞാൻ കുടയും കൊണ്ടൊന്നും വെളിയിൽ പോവില്ല. ഉം, ഉം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് ഈ വെയിലത്ത് എനിക്കിപ്പം കുട വേണ്ട, ഞാൻ നടന്നോളാം എന്ന് ഞാൻ പറയും. ആ, അത് ഓക്കെ. ഈ പുറത്തെ കണ്ടീഷൻ എന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കുട വേണ്ട എന്ന് പറയുന്നൊരു അതല്ലെങ്കിൽ അതുപോലെ നമ്മൾ രാവിലെ ഒരു ക്ഷേത്രത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇവിടെ അമ്പലത്തിൽ പോകാൻ വരുന്നോ, ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോകാൻ ഞാൻ വരുന്നില്ല. ഉം, ഉം. ഞാനിവിടെ അമ്പലത്തിൽ ഞാൻ വരുന്നില്ല. അമ്പലത്തിൽ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ഇന്നത്തെ ദിവസം രാവിലെ ചിലപ്പം കുറച്ച് ഇറച്ചി കഴിച്ചു, ഉം, ഉം, ഉം. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്ന ഒരു മൂഡിലല്ല ഞാൻ. ഉം, അത് ഉം. വൈകിട്ട് പോയി കഴിഞ്ഞാൽ ആരും ആരോടും പോയിട്ട് നിലപാട് മാറ്റിയൊന്നും ചോദിക്കാനൊന്നും പോകത്തില്ല. നീ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് നിലപാടും ഈ അഭിപ്രായങ്ങളും ഒക്കെ പലതിനും വ്യത്യാസമാണ്. ഇനി നിലപാടുകൾ തന്നെ സ്വീകരിക്കുന്ന സമയത്ത് അത് മറ്റുള്ള ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണോ, ഉം. അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം കൊണ്ട് ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായോ ആ തീരുമാനം മാറ്റിയതുകൊണ്ട്. ഇപ്പം ബിഗ് ബോസ് ഞാൻ പോയാലും പോയില്ലെങ്കിലും അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്.